ടു അനദർ വീഡിയോ. ഞാൻ ഞങ്ങളുടെ സ്വന്തം ഡൊമിക്രോസ്. ഇന്ന് നമ്മളൊരു റൈഡ് പോവാണ്. നമ്മളെ കൂടെയുള്ളത് നമ്മളെ ഹോണ്ടയുടെ സ്വന്തം SP125 ആണ്. ഒരു റീഫ്രഷ്ഡ് വേർഷൻ ഓഫ് SP ഷൈനാണിത്. അതുതന്നെ മൈലേജിൻ്റെ ഉസ്താദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഈ റൈഡ് ചുമ്മാ റൈഡല്ല കേട്ടോ. ഈ റൈഡിൻ്റെ കൂടെ തന്നെ ഈ വണ്ടീൻ്റെ മൈലേജൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ നമ്മൾ. അതുപോലെ തന്നെ കംഫർട്ടബിലിറ്റി എങ്ങനെയാണ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊരു ഡെയിലി കമ്മ്യൂട്ടറാണ്. സോ ഡെയിലി കമ്മ്യൂട്ടറിലാണ് നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്ന് എൻ്റെ ഓണർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് പോയി നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെ ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ. ആക്ച്വലി ഞാൻ കുറേ ആയിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയത്തില്ല എങ്ങനെ വരും വീഡിയോ എന്നൊന്നും. പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇനിയും കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് വണ്ടിയൊന്നും കിട്ടാത്തത് ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പം അറിഞ്ഞ് കുറച്ചാളടുത്ത് നില ഇങ്ങനെ ചോദിച്ച് വണ്ടി വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് മുന്നോട്ടെല്ലാം സെറ്റാക്കി എടുക്കാം. സോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇത് സ്ക്രീൻ തന്നെ കാണിക്കണമുണ്ട്. ഇതൊരു OBD2 കോംപ്ലിയൻസ് ആണ്. 2024 മോഡലാണ് ഇത് വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേറ്റ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. വണ്ടി ഫുള്ളി സെൻസേഴ്സാണ്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഡിജിറ്റൽ കൺസോളാണ്. ഫുള്ള് TFT അല്ല, നോർമൽ കൺസോളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ മൈസൂർക്കാണ് വെച്ച് പിടിക്കണത്. മൈസൂർ പോകുന്നില്ല കേട്ടോ. മൈസൂർ പോയ കുറച്ച് കറങ്ങണമുണ്ട്. നേരെ കനകപുര വഴി കൊള്ളേകാല, അതുവഴി ചാമരാജനഗര റോഡ് വഴി അങ്ങനെ കോയമ്പത്തൂർ പിടിക്കാനുള്ള ഒരു പ്ലാനാണ്. അത് അങ്ങനെ കറങ്ങി ഞാൻ കണ്ണൂർ ചിലപ്പോൾ എത്തും. അപ്പോൾ കണ്ണൂർ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം നേരെ പോവാണ്. ഇപ്പം ഇതൊരു പുതിയ റോഡാണ്. അടിപൊളി നല്ലൊരു നൈസ് റോഡാണ് കേട്ടോ. ഒരു കുണ്ടും ഇല്ലാത്ത ഇറക്കില്ല. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു പീസ്ഫുൾ വില്ലേജ് റോഡാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പോകാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 125cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. അതുപോലെ തന്നെ 10.7 bhp പവറും 10.9 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഐഡ്ലിംഗ് സോഫ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു സ്വിച്ച് കൊടുത്തേക്കും. നോർമൽ നമ്മൾ ഇഗ്നിഷൻ ഓഫ് ഓൺ ചെയ്യുന്ന കിൽ സ്വിച്ച് പോലത്തെ പരിപാടിയാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാനിപ്പോൾ നേരെ വന്നിരിക്കുന്നത് ആരോവള്ളിയാണ്. ഇപ്പോൾ ആരോവള്ളി ഇതിവിടെ ഒരു ചെറിയ സ്പോട്ടുണ്ട്. ഞാൻ എപ്പം പോകുമ്പോൾ ഇവിടെ നിർത്താറുണ്ട് ഈ റോഡിൽ. ആരോവള്ളി ചാമരാജനഗര കൊള്ളേകാല പോകുന്ന റോഡാണ്. സോ ഇവിടെ കണ്ട് തേങ്ങാ മരങ്ങളും ഇതും ഒരു കംപ്ലീറ്റ് ഒരു ലുക്ക് ഉണ്ട്. ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ എപ്പം വരുമ്പോൾ നിർത്താറുണ്ട്. ഈ കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടിക്കകത്ത് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ നിർത്തി അവിടെ നടന്ന ഓരോരോ വീഡിയോസ് എടുക്കണം. ഇതിപ്പോൾ ചാമരാജ പുനജൂർ സ്റ്റേറ്റ് ഫോറസ്റ്റ് രാമപുര പോകുന്ന റോഡാണിത്. സോ അങ്ങോട്ടുണ്ട് മലയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഈ റോഡ്. ഭയങ്കര പീസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ബാംഗ്ലൂരിന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് പിടിച്ചാൽ മതി. അടിപൊളിയായിരിക്കും. ഇതിപ്പം ചാമരാജനഗര റോഡ് എത്തി. ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ മലയും കുന്നൊക്കെ ആയിരിക്കും. അപ്പം നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡ്രൈവിങ് എളുപ്പമാണ്. അവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ച് ഞാൻ ഏകദേശം 4 to 5 hours ഡ്രൈവ് ചെയ്ത് ഇപ്പം ദിമ്പം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. വെയിലൊക്കെ അടിക്കണ്ടായിരുന്നു, എന്നാലും തണുപ്പ് തന്നെയായിരുന്നു മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. അത് എനിക്കങ്ങനെ വെയിലൊന്നും ചൂടൊന്നും അറിഞ്ഞില്ല. സോ ഒറ്റ സ്ട്രെച്ച് ഞാൻ ഇങ്ങെത്തി. എനിക്കൊന്ന് 4 to 5 hours കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ പോയി. ഇടയ്ക്ക് 1-2 തവണ ചെറിയ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഞാൻ 2 പേരൊന്നുമില്ല, കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നു. പിന്നെ അത്ര ഒരു ഡെയിലി കമ്മ്യൂട്ടിന് നോക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവിന് ഒരു ഓക്കെ അല്ല വണ്ടി. ബിക്കോസ് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ബാക്ക് പെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെഗ് പെയിൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പുള്ളിങ് ഒന്നും അധികം കിട്ടത്തില്ല നമ്മൾ ഈ ഇങ്ങനെ മലയും കുന്നൊക്കെ വരുമ്പോൾ. സോ കുറച്ച് അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുണ്ട് വണ്ടിയിൽ ശരിക്കും ലോങ് ഡ്രൈവ് പോകുമ്പോൾ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി. അപ്പം വണ്ടിയെല്ലാം കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് പകുതി വഴിക്ക് വന്നിട്ടുണ്ട്. അപ്പം തിരിച്ച് പോവാണ് ബാംഗ്ലൂർക്ക് തന്നെ. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇതിപ്പം മാക്കോട്ടം ചുരം റോഡാണ്. ഇതുവഴി നമ്മൾ ഗോണിക്കുപ്പം മടിക്കരി ഉൻസൂർ പോകുന്ന റോഡാണിത്. ഇന്നലെ വന്നപ്പോൾ ഒരുപാട് ടയർഡായതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ നിർത്താൻ നേരെ പോയി കിടന്ന് ഉറങ്ങുക ചെയ്തത്. വണ്ടിയുടെ ഒരു ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പ് ലുക്കാണ്. ആ ഒരു ഗ്രീൻ ലൈൻസൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ്. ഒന്നാമത് ഈ ഫോറസ്റ്റിനടുക്ക് ആ ഗ്രീനറി, അതിൻ്റെ കൂടെ ഈ ഗ്രീൻ ഡിസൈനും ഒക്കെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുക മാക്കോട്ടം വിരാജ്പേട്ട ഗോണിക്കുപ്പ റോഡാണിത്. ഫോറസ്റ്റ് റോഡാണ്. നല്ല രസമാണ് ഇതിൽ കൂടെ വണ്ടി ഓടിക്കാൻ. അപ്പം ഞാൻ ഫോൺ വെച്ചിട്ട് എടുക്കാം. സോ എന്തൊക്കെയൊക്കെയോ കുറവുകളുണ്ട്, ക്ഷമിക്കണം.
മുന്നോട്ടുള്ള വീഡിയോകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ക്യാമറ എല്ലാം. സോ ഈ റോഡ് കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാട്ടോ. ഒന്നാമത് ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് വേഗം എത്തിച്ചേരുന്ന ഒരു പീസ്ഫുൾ റോഡ്, ഫോറസ്റ്റ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇതാ ഗോണിക്കുപ്പ മടിക്കേരി റോഡ് വന്നാൽ മതി. ഇറ്റ് വിൽ ബി ഓസം. സപ്പോസ് ലീവിലുണ്ടാകും കൂടി നമുക്ക് ഒരു 2-3 ഡേയ്സ് ഇങ്ങോട്ടേക്ക് റൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടെല്ലാം വന്നാൽ ഈ റോഡെല്ലാം അടിപൊളിയായിരിക്കും. അതുപോലെ വീക്കെൻഡ് റൈഡിനും സൂപ്പർ ആയിരിക്കും, ഒരു രക്ഷയുമില്ല. ഇവിടെ ഈ ബൈക്ക് വെച്ചാൽ ഒരുപാട് റൈഡേഴ്സൊക്കെ വരുന്ന റോഡും കൂടിയാണിത്. പിന്നെ നൈറ്റെല്ലാം വരുമ്പോൾ സൂക്ഷിക്കുക, ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങിയേക്കാം, ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും അവിടെ ബോർഡൊക്കെ ഉണ്ട്, സോ ശ്രദ്ധിക്കാം. ബട്ട് എനിവേ ഏത് ടൈമിൽ നിങ്ങൾക്ക് ഇതിലോട്ട് റൈഡെല്ലാം പോകാൻ പറ്റും, ഒരു സീനും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കണ്ണൂരവിടെ ബോർഡർ എത്തുമ്പോൾ ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് അപ്പം പോലീസ് ചെക്ക് ചെയ്യും, നിർത്തി കൊടുക്കുക, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ, ഒരുപാട് രസമാണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു അറിവിൽ ഒരു 700+ കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. സോ മൈലേജിൻ്റെ കാര്യത്തിൽ സീരിയസ്ലി ഒന്നും പറയില്ല. ഞാൻ ആകെ കൂടി ഞാൻ ബില്ല് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഏകദേശം അറൗണ്ട് 1500 to 600 റുപ്പീസിന് പെട്രോളാണ് ഞാൻ അടിച്ചത്. സോ ഞാൻ ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ ടു കോഴിക്കോട് വഴി തിരിച്ച് കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിന് ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല, ലാസ്റ്റ് അടിച്ചത് എനിക്ക് തോന്നുന്നു 600 റുപ്പീസിനാണ് അടിച്ചത്. അന്നത്തെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുക, വേറെ രക്ഷയില്ല വണ്ടി മൈലേജിൻ്റെ കാര്യത്തിൽ. സോ പോവാ കാണാം. ഇതിപ്പം വിട്ടങ്കാട് ആയതേ ഉള്ളൂ. അപ്പം വിട്ടങ്കാട് ആയപ്പോൾ ഞാനവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ കണ്ട സ്ഥലമാണ്. സോ ഞാൻ അവിടെ നിന്ന് ഒതുക്കിയിട്ട് ഇതിങ്ങനെ കുറച്ചധികം നേരം ഇവിടെ നിന്ന് കാണും. എന്തോ പെട്ടെന്ന് എനിക്കത് സ്വിറ്റ്സർലാൻഡിലെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ, അത്ര രസമുണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട്. കണ്ടില്ല നിങ്ങൾ തന്നെ, അവിടെ ചെറിയ അരുവിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വെള്ളം ഒഴുകുണ്ടായിരുന്നു, നല്ല രസമുണ്ടായി. ജസ്റ്റ് ലൈക്ക് വ്യൂ ഇൻ സ്വിറ്റ്സർലാൻഡ്, ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ വ്യൂ ആയിരുന്നു ഇവിടെ കേട്ടോ. ഭയങ്കര ആ ഗ്രീനറി കൊണ്ടാണ് എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു ഇത് ഇവിടെ കാണാനായിട്ട്, ഈ മരം ഇതൊക്കെ. ആൻഡ് അറ്റ് ലാസ്റ്റ് താങ്ക് യു സോ മച്ച് ആൻഡ് ബിഗ് സല്യൂട്ട് ടു SP125. എൻ്റെ കയ്യിൽ ആകെ കൂടി എൻ്റെ 2000 രൂപയായിരുന്നു. ആ 2000 രൂപയ്ക്ക് ഞാൻ അടിച്ച് പൊളിച്ചു ഇതിൻ്റെ അകത്ത്. കംപ്ലീറ്റ് 600+ കിലോമീറ്റേഴ്സ് ഇൻ 2000 റുപ്പീസ്. അതിപ്പം 2000 ആയിട്ടുണ്ട്, കാരണം ഡയറക്റ്റ് ബാംഗ്ലൂർ കൂടെ എത്താനുള്ള പെട്രോളാണ് അടിച്ചേക്കണത്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 92,000 ഫോർ ദ സ്റ്റാൻഡേർഡ് മോഡൽ ആൻഡ് ഇത് ടോപ്പ് എൻഡ് ആണ്. ഇതിനൊന്ന് 1 lakh സംതിങ് ആണ് വരുന്നത്. സോ എന്തുകൊണ്ടും ബെറ്റർ ആണ്. ആൻഡ് ഞാൻ ഈ റൈഡ് ശരിക്കും അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും 2000 റുപ്പീസ് വരെ വന്നിട്ട്, സോ കംപ്ലീറ്റ്ലി ഒരു രസം തന്നെയായിരുന്നു ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ്. സോ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ വെച്ചിട്ട്, കാരണം ഇനി നേരെ ബാംഗ്ലൂർ പോവാണ്. സോ ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് അടുത്ത യാത്രകളായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.